പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ? പറയും. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ? ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ. അതിൽ നമുക്ക് ആ പേര് തന്നെ ഉണ്ട് എന്താ നമുക്ക് പഠിക്കാനുള്ളത്. ഡ്യുവൽ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സ്വഭാവം. ആർക്ക്? മാറ്ററിനും റേഡിയേഷനും. മാറ്ററിനും റേഡിയേഷനും രണ്ട് സ്വഭാവങ്ങളുണ്ട്. നിങ്ങൾക്ക് അല്ലെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യുന്ന കുറേ സ്വഭാവങ്ങൾ ഉണ്ടാവും അല്ലേ? എനിക്ക് കുറേ സ്വഭാവങ്ങളും കുറേ മുഖങ്ങളും ഉണ്ട്. അതായത് ഇപ്പം എന്ത് ചെയ്യുന്നാൽ എൻ്റെ ഭാര്യേൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പം എൻ്റെ സ്വഭാവം ഒരു സ്വഭാവമായിരിക്കും. എൻ്റെ മോളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ സ്വഭാവം വേറൊരു സ്വഭാവമായിരിക്കും. എൻ്റെ സുഹൃത്തുക്കളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ നേച്ചർ വേറൊരു രീതിയിലായിരിക്കും. അതേമാതിരി തന്നെ ഇപ്പം നിങ്ങളടുത്ത് ഞാൻ ക്ലാസ് എടുക്കുന്ന നിങ്ങളടുത്ത് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ നേച്ചർ ഒരു രീതിയിലായിരിക്കും. അപ്പം അതേമാതിരി നമുക്കൊക്കെ പല പല നേച്ചർ ഉണ്ട് അല്ലേ? ഉണ്ടോ? ഉണ്ട്. അതേമാതിരി തന്നെ മാറ്ററിനും റേഡിയേഷനും രണ്ട് നേച്ചർ ഉണ്ടെന്ന് പറയുന്നത് ഡ്യുവൽ നേച്ചർ. അതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്ന് വിശദമായിട്ട് പഠിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷനിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമ്മളൊരു ടേം അറിയണം, വർക്ക് ഫംഗ്ഷൻ. ക്യാൻ യു സീ ദിസ് വർക്ക് ഫംഗ്ഷൻ? വർക്ക് ഫംഗ്ഷൻ എന്ന് എഴുതിയ ഒരു ഹെഡിങ് ആണല്ലേ, കാണുന്നുണ്ടോ? ഉണ്ട്. എന്താണ് ഈ വർക്ക് ഫംഗ്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് the minimum amount of energy required for an electron to escape from the metal surface. അതായത് നമ്മളിപ്പം ഒരു ഇലക്ട്രോൺ എടുത്തു. ഒരു ഇലക്ട്രോണിന് ഒരു മെറ്റലിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജിയാണ്. ഒരു മെറ്റൽ എന്ന് പറയുന്നത് ആറ്റത്തിനെ കൊണ്ടല്ല ഉണ്ടാക്കിയിട്ടുണ്ടാവുക, ആണോ? ഒരു മെറ്റൽ എന്ന് പറയുന്ന സംഭവം ആറ്റത്തിനോടല്ല ഉണ്ടാക്കിയുള്ളത്. ആറ്റത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസും ന്യൂക്ലിയസിനൊരു ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ട് വെക്കുന്നുണ്ട് അല്ലേ? ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് അല്ലേ ഉള്ളത്, ആണോ? ഇപ്പൊ ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ പുറത്തേക്ക് വിടാൻ വേണ്ടി ന്യൂക്ലിയസ് സമ്മതിക്കൂലേ? സാധാരണ സാഹചര്യത്തിൽ will the nucleus readily allow an electron to move out of it? അതിൻ്റെ നിന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിനെ പുറത്തേക്ക് പോകാൻ വേണ്ടി ന്യൂക്ലിയസ് സമ്മതിക്കൂലേ? ഇല്ല. അപ്പൊ നമുക്ക് ചില സാഹചര്യങ്ങളൊക്കെ ഇലക്ട്രോൺ എന്ത് ചെയ്യും? മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരും. ഇലക്ട്രോൺ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ അതിലേക്ക് നമ്മൾ ഒരു എനർജി കൊടുക്കണം എന്തെങ്കിലും രീതിയിൽ. അപ്പം ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ഇസ് റിക്വയർഡ് ഫോർ എൻ ഇലക്ട്രോൺ ടു escape from the metal surface, അതിനെയാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം. അതിൽ അല്ലെങ്കിൽ ദ വർക്ക് ഡൺ ഇൻ ഓർഡർ ടു നോക്ക് ഔട്ട് എൻ ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. നമ്മൾ എത്ര വർക്ക് ചെയ്താലാണ് ഒരു ഇലക്ട്രോണ് നമ്മളുടെ ഒരു മെറ്റലിൽ നിന്ന് പുറത്തേക്ക് പോരുക. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് ഓഫ് വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? വർക്ക് ഫംഗ്ഷൻ. സാധാരണ നമ്മളെ വർക്കിന്റെ SI യൂണിറ്റ് എന്താന്ന് ഓർമ്മ ഉണ്ടോ? സാധാരണ നമ്മളെ വർക്കിന്റെ SI യൂണിറ്റ് എന്താ? നോർമലായിട്ട് നമ്മളുടെ വർക്കിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. പക്ഷേ ഈ ജൂൾ എന്ന് പറയുന്നത് നമ്മളുടെ വർക്ക് ഫംഗ്ഷന് ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുകയാണ്, അത് നല്ലതല്ല. ഇപ്പൊ ഞാൻ പറയാണ്, ഒരു പെന്നിന്റെ വലുപ്പം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുന്നത് നല്ലതാണോ? ഒരു പെന്നിന്റെ വലുപ്പം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് എടുക്കുന്നത് നല്ലതാണോ ചീത്തയാണോ? ചീത്തയാണ്. എടുക്കാൻ പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും. പെന്നിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനല്ലേ നമ്മൾ കിലോമീറ്റർ എടുക്കുന്നത്? നമുക്ക് സെന്റിമീറ്റർ ഒക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ളത്. അതേമാതിരി തന്നെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് സാധാരണ ഇലക്ട്രോൺ വോൾട്ട് ആണ് എടുക്കാറ്. അതിനെ ഏതിലാണ് മെഷർ ചെയ്യാറ്? യൂഷ്വലി മെഷേർഡ് ഇൻ ഇലക്ട്രോൺ വോൾട്ട്. ഇതേ കണ്ടോ? താഴെ കണ്ടോ? ഇറ്റ് ഇസ് യൂഷ്വലി മെഷേർഡ് ഇൻ ഏതിലാണ് മെഷർ ചെയ്യാറ്? ഇലക്ട്രോൺ വോൾട്ടിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇലക്ട്രോൺ വോൾട്ട്? അതാണ് നമ്മൾ ഇനി സംസാരിക്കുന്നത്. വാട്ട് ഇസ് ഇലക്ട്രോൺ വോൾട്ട്? അങ്ങനെയാണ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഒരു ഹെഡിങ് നിങ്ങൾ കാണില്ലേ? കാണുന്നുണ്ടോ? ഇലക്ട്രോൺ 1 electron volt is the kinetic energy gained by an electron when a potential of 1 volt is applied. അതായത് നമ്മൾ ഒരു ഇലക്ട്രോണിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വെക്കുകയാണെങ്കിൽ, ഇലക്ട്രോൺ എടുത്തിട്ട് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വെക്കുകയാണെങ്കിൽ അതിന് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും.
എത്ര കൈനറ്റിക് എനർജി ഒരു ഇലക്ട്രോണിന് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വെക്കുമ്പോൾ കിട്ടും, ആ എമൗണ്ടിനെയാണ് എന്ത് വിളിക്കുക പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് വിളിക്കാം. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്താ? കൈനറ്റിക് എനർജിയാണ്. ആർക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി? ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജി. എപ്പം? അതിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വെക്കുകയാണെങ്കിൽ. കാര്യം മനസ്സിലായോ? അതായത് നമ്മളിപ്പോ എന്ത് ചെയ്യാ, നമ്മള് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ഒരാളെ പഠിച്ചിട്ടില്ലേ? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജീനെ നമ്മളെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ആളില്ലേ, യു, അയാള് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ 2ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ആരാണ്? ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം എന്ത് ചെയ്യാം, നിങ്ങളിപ്പം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള ഒരു മെറ്റൽ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു മെറ്റൽ ഉണ്ട്. ഈ 2 പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റലും നെഗറ്റീവ് ചാർജ് ഉള്ള മെറ്റലിന്റെ ഇടയിൽ നമ്മൾ ഒരു ഇലക്ട്രോണിനെ വെച്ച് ചേർച്ചോ. ഇടയിൽ നമ്മൾ ഒരു ഇലക്ട്രോണിനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അത് വെറുതെ നിൽക്കുമോ? അനങ്ങാടുക്കുമോ? അനങ്ങാടുക്കുമോ? ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് സംഭവം എന്ത് ചാർജ് ഉണ്ട്? ഇലക്ട്രോൺ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചാർജ് ഉണ്ട് എന്നറിയാം? പോസിറ്റീവ് ചാർജ് ആണോ നെഗറ്റീവ് ചാർജ് ആണോ? നെഗറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ എന്ത് ചെയ്യാന്നാല് ഈ ഇലക്ട്രോണിനെ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജിന്റെ ഇടയിൽ വെക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ ഇതിനെതിരായിട്ട് അല്ലെ ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു പൊട്ടൻഷ്യൽ കൊടുത്തിട്ടുണ്ടാവും. എന്ത് കൊടുക്കും? ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ടാവും, ഒരു വോൾട്ടേജ്. ആ വോൾട്ടേജ് വഴി ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് നീങ്ങൂല്ലേ? ഇലക്ട്രോൺ സംഭവം നെഗറ്റീവ് ചാർജ് ഉള്ളതിനോട് അത് എന്തായാലും പോസിറ്റീവ് ചാർജിന്റെ അടുത്തേക്ക് നീങ്ങൂലേ? നീങ്ങോ? അപ്പൊ ഈ ഇലക്ട്രോണിന് ഒരു വെലോസിറ്റി ഉണ്ടാവും. വെലോസിറ്റി ഉണ്ടെങ്കിൽ ഈ ഇലക്ട്രോണിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. ആ കൈനറ്റിക് എനർജി എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം Q/V ആയിരിക്കും ഇതിന് കിട്ടുന്ന കൈനറ്റിക് എനർജി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ഇലക്ട്രോണിനെ വെക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് Q/V ആയിരിക്കും. Q/V. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വിയുടെ വില 1 വോൾട്ട് ആണ് വെച്ചോ. വിയുടെ വില എത്ര ആക്കി? 1 വോൾട്ട് ആക്കി. ആരെയാണ് നമ്മൾ ഇവിടെ വെച്ചത്? ഏതെങ്കിലും ഒരു ചാർജിനാണോ ഇലക്ട്രോണിനാണോ? ആരെയാണ് നമ്മൾ ഇവിടെ വെച്ചത്? ഇലക്ട്രോണിനെ. അങ്ങനെയാണെങ്കിൽ 1 വോൾട്ട് പൊട്ടൻഷ്യലിൽ നമ്മൾ ഒരു ഇലക്ട്രോണിനെ വെക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയാണ് എന്ത്? 1 ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ ഒന്നുകൂടി വായിച്ചു നോക്ക്. 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ദ കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ ആര്? കൈനറ്റിക് എനർജി ഗെയിൻഡ് ബൈ ഇലക്ട്രോൺ. എപ്പം? ഏതെങ്കിലും പൊട്ടൻഷ്യൽ വെക്കുമ്പോഴാണോ? ഏതെങ്കിലും പൊട്ടൻഷ്യൽ വെക്കുമ്പോഴാണോ? 1 വോൾട്ട് പൊട്ടൻഷ്യൽ വെക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിന്റെ ചാർജ് ഇല്ലേ, ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണെന്നറിയോ? ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് അത് നമ്മൾ സാധാരണ സ്മോൾ ഇ എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അത് 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. പിന്നെ നമ്മൾ ഇവിടെ വെച്ചത് എത്ര വോൾട്ട് പൊട്ടൻഷ്യലാണ്? ഇവിടെ വെച്ച പൊട്ടൻഷ്യൽ എത്രയാ? 1 വോൾട്ട് പൊട്ടൻഷ്യലാണ് വെച്ചത് അല്ലെ? 1 വോൾട്ട് പൊട്ടൻഷ്യലാണ് വെച്ചത്. അങ്ങനെയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആയിരിക്കും. ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 1. 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 1. 1.6 ഇൻറ്റു 10⁻⁻19 ഇൻറ്റു 1 എന്ന് പറയുന്നത് എത്രയാ? 1.6 ഇൻറ്റു 10⁻⁻19 തന്നെ. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ വോൾട്ടിന്റെ വില എത്രയാ? ഒരു ഇലക്ട്രോൺ വോൾട്ടിന്റെ വില എത്രയാണ്? പറയും. 1.6 ഇൻറ്റു 10⁻⁻19 ജൂള്. ഇതാണ് ഇലക്ട്രോൺ വോൾട്ടും ജൂളും തമ്മിലുള്ള ബന്ധം. അപ്പൊ ചോദിക്കുകയാണ് എന്തിനാ ഞാനിപ്പോ ഈ ഇലക്ട്രോൺ വോൾട്ടിനെ പഠിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ഫംഗ്ഷൻ ഒക്കെ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യാറ് ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന ഒരു യൂണിറ്റിലാണ്. അപ്പൊ ചോദിക്കുകയാണ് അല്ല ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റാ? നമ്മൾ പറയാ വർക്കിനെയും എനർജീനെയൊക്കെ ഡിനോട്ട് ചെയ്യാനുള്ള യൂണിറ്റ് ആണ്. അപ്പൊ ചോദിക്കുകയാണ് അല്ല ജൂളല്ലേ വർക്കിനെയും എനർജീനെയൊക്കെ ഡിനോട്ട് ചെയ്യാനുള്ള യൂണിറ്റ്? നമുക്ക് പറയാം എനർജീനെയും വർക്കിനെയൊക്കെ പല പല യൂണിറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷേ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യവും ഈ സാഹചര്യത്തിലൊക്കെ ജൂളിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെക്കാട്ട് നല്ലത് ഇലക്ട്രോൺ വോൾട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് എന്താണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്? അതാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചത്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി തന്നെയാണ്. ആർക്ക് കിട്ടുന്ന കൈനറ്റിക് എനർജി? ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജി. എപ്പം? അതിനെ 1 വോൾട്ട് പൊട്ടൻഷ്യൽ വെക്കുമ്പോൾ. അപ്പൊ ഈ 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എത്ര ജൂളാ? 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എത്ര ജൂളാ? പറയും.
1.6 into 10 raised to minus 19 ജൂൾ ആണ് ഒരു ഇലക്ട്രോൺ വോൾട്ട്. 1.6 into 10 raised to minus 19 ജൂൾ ആണ് എന്ത്, ഒരു ഇലക്ട്രോൺ വോൾട്ട് ആണോ? അപ്പൊ അവരോട് ചോദിക്കുകയാണ് അപ്പൊ പിന്നെ 2 ഇലക്ട്രോൺ വോൾട്ട് എത്രയാ വെച്ചു? 2 ഇലക്ട്രോൺ വോൾട്ട് എത്രയാ വെച്ചിട്ടുണ്ട്? അപ്പൊ നമ്മൾ 2 into 1.6 into 10 raised to minus 19 ജൂൾ അല്ലേ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്രയാണ്? എന്താ ചോദിച്ചത്? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്രയാന്ന് ചോദിച്ചു. 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഗാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണെന്നറിയോ? മെഗാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 raised to 6 ആണ്. മെഗാ എന്ന് പറയുന്നത് എന്താണ്? 10 raised to 6. അങ്ങനെയാണ് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 10 raised to 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്ര ഇലക്ട്രോൺ വോൾട്ട് ആണ്? പറയ്. 10 raised to 6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. 10 raised to 6 ഇലക്ട്രോൺ വോൾട്ട്. അങ്ങനെയാണെങ്കിൽ 10 raised to 6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാൽ 10 raised to 6 into ഒരു ഇലക്ട്രോൺ വോൾട്ടിനെ നമ്മൾ എത്ര ജൂൾ എന്നാ പറഞ്ഞത്? ഒരു ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ എത്ര ജൂൾ എന്നാ പറഞ്ഞത്? 1.6 into 10 minus 19 ജൂൾ എന്നല്ലേ പറഞ്ഞത്? ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 10 raised to 6 ഉണ്ട്, ഇവിടെ ഒരു 10 raised to minus 19 ഉണ്ട്. കാണുന്നുണ്ടോ? 10 raised to minus 19. 10 raised to 6 into 10 raised to minus 19 എത്രയാ? 10 raised to 6 into 10 raised to minus 19 1.6 into 10 raised to minus 19 plus 6. minus 19 plus 6 ആണ് minus 13 അല്ലേ? അപ്പൊ ഇത്ര ജൂൾ ആണോ? കാണുന്നുണ്ടോ? അപ്പം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, വെറുതെ അതൊന്ന് ഓർത്ത് വെക്കുക. 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാ? എല്ലാവരും പറയും. 1 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണ്? പറയും. 1.6 into 10 raised to minus 19 ജൂൾ അല്ലേ? ആണോ? ആണോ? ഒരു 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാ? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാ വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതിച്ച് 1.6 into 10 raised to minus 13 ജൂൾ. 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്ര ഇലക്ട്രോൺ വോൾട്ടാ? 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എത്ര ഇലക്ട്രോൺ വോൾട്ടാ? 10 raised to 6 ഇലക്ട്രോൺ വോൾട്ട്. 10 raised to 6. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഈ കൺവേർഷൻ ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. ഇനി ഞാൻ ഇവിടെ എഴുതിയ കാണണ്ടോ 50 വർക്ക് ഫംഗ്ഷൻ. നമ്മൾ സാധാരണ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആളെ സാധാരണ 50 എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. വർക്ക് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുക 50 എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. വർക്ക് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് സാധാരണ 50 ആണ്. അങ്ങനെയാണെങ്കിൽ പ്ലാറ്റിനത്തിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാ? പ്ലാറ്റിനത്തിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 5.65 ഇലക്ട്രോൺ വോൾട്ട് ആണ്. വെറുതെ ഞാൻ പറഞ്ഞുള്ളൂ. അവിടെ ഞാൻ എന്താ എഴുതി വെച്ചത്? ലോവസ്റ്റ് എന്നാണോ ഹയസ്റ്റ് എന്നാണോ? ലോവസ്റ്റ് എന്നാണോ ഹയസ്റ്റ്? ഹയസ്റ്റ്. അതായത് പ്ലാറ്റിനത്തിനാണ് വർക്ക് ഫംഗ്ഷൻ ഏറ്റവും കൂടുതൽ. മെറ്റൽസിൽ വർക്ക് ഫംഗ്ഷൻ ഏറ്റവും കൂടുതലുള്ള ആർക്കാണ്? പറയും. പ്ലാറ്റിനം. അപ്പൊ ചോദിക്കുകയാണ് അല്ല ഇതിനോട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പ്ലാറ്റിനത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കണമെങ്കിൽ നമ്മൾ ഇത്ര വർക്ക് ചെയ്യണം. അതായത് പ്ലാറ്റിനത്തിന് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ വളരെ കഷ്ടപ്പാടാണ്. കാരണം വർക്ക് ഫംഗ്ഷൻ ഏറ്റവും കൂടുതലാണ്. വർക്ക് ഫംഗ്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തിറക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. സീഷ്യം കണ്ടോ? സീഷ്യത്തിന്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാ? 2.14 ഇലക്ട്രോൺ വോൾട്ട് ആണ്. കാണുന്നില്ലേ? അതിന്റെ അവിടെ ഞാൻ എന്താ എഴുതിയ? ലോവസ്റ്റ് എന്നാണോ ഹയസ്റ്റ് എന്നാണോ എഴുതിയ? ലോവസ്റ്റ്. അപ്പം സീഷ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ വേണ്ടി കുറെ വർക്ക് ചെയ്യണോ കുറച്ച് വർക്ക് ചെയ്താൽ മതിയോ? സീഷ്യത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കാൻ വേണ്ടി കുറെ വർക്ക് ചെയ്യണോ കുറച്ച് വർക്ക് ചെയ്താൽ മതിയോ? പറയേ. വളരെ കുറച്ച് വർക്ക് ചെയ്താൽ മതി. അപ്പം നമുക്ക് വർക്ക് ഫംഗ്ഷൻ എന്താന്നുള്ള കാര്യങ്ങളും അതേമാതിരി തന്നെ ഇപ്പം വർക്ക് ഫംഗ്ഷനുള്ള യൂണിറ്റ് എന്താന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായോ? അപ്പം
ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വർക്ക് ഫംഗ്ഷൻ എന്താന്ന് പഠിച്ചു, ഇലക്ട്രോൺ വോൾട്ട് എന്താന്നൊക്കെ പഠിച്ചു. ഇനി നമ്മൾ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബ്രാഞ്ച് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ക്യാൻ യു സീ ദിസ് ബ്രാഞ്ച്? ഇവിടെ നിങ്ങളൊരു ബ്രാഞ്ച് കണ്ടോ? ഇലക്ട്രോൺ എമിഷൻ എഴുതിയത് കണ്ടോ? എല്ലാവരോടുകൂടിയാണ് ചോദിക്കുന്നത്. ഇലക്ട്രോൺ എമിഷൻ കാണുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരും. അത് പല പല രീതിയിൽ നമുക്ക് ഇലക്ട്രോണെ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുത്തിക്കാം. ഇലക്ട്രോണെ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് വരുത്തിക്കുന്നതിന് പല പല രീതിയുണ്ട്. ആ രീതികളാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇലക്ട്രോണെ മെറ്റലിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്ന രീതികൾ. അതിന് ഉള്ള ഫസ്റ്റ് രീതി തെർമയോണിക് എമിഷൻ ആണ്. കാണുന്നുണ്ടോ? ക്യാൻ യു സീ തെർമയോണിക് എമിഷൻ? ഫസ്റ്റത്തെ ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഏതാണെന്ന് പറഞ്ഞാൽ തെർമയോണിക് എമിഷൻ. നമുക്ക് ചോദിക്കുകയാണ് എന്താണ് ഈ തെർമയോണിക് എമിഷൻ? എന്താണ് ഈ തെർമയോണിക് എമിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലിനെ ചൂടാക്കാം. ചൂടാക്കാം. ഒരു മെറ്റലിനെ ഇഫ് ഇറ്റ് ഹീറ്റഡ് ബിയോണ്ട് എ സർട്ടൻ വാല്യൂ, ഒരു മെറ്റലിനെ നമ്മൾ ചൂടാക്കി ഒരു പരിധിനേക്കാൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആര് പുറത്തിറങ്ങും? ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. ആ ഒരു ടൈപ്പ് എമിഷനെയാണ് എന്ത് വിളിക്കാം? പറയേ. തെർമയോണിക് എമിഷൻ. അപ്പൊ തെർമയോണിക് എമിഷനിൽ ഇവിടെ എഴുതിയ എന്താ പറഞ്ഞാല് ഇഫ് എ മെറ്റൽ ഇസ് ഹീറ്റഡ് ബിയോണ്ട് എ സർട്ടൻ വാല്യൂ, ഒരു മെറ്റലിനെ ഒരു പരിധിനേക്കാൾ കൂടുതൽ ചൂടാക്കുകയാണെങ്കിൽ ആ മെറ്റലിൽ നിന്ന് ആര് പുറത്തേക്ക് ഇറങ്ങും? ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങും. ആ ഒരു ടൈപ്പ് എമിഷനെയാണ് എന്ത് വിളിക്കാം? പറയേ. എന്ത് വിളിക്കാം? തെർമയോണിക് എമിഷൻ. തെർമയോണിക് എമിഷൻ അല്ലേ? കാണുന്നുണ്ടല്ലോ ഇല്ലേ? അത് ചോദിക്കാം. അല്ല വേറെ ടൈപ്പ് എന്തെങ്കിലും ഇലക്ട്രോൺ എമിഷൻ ഉണ്ടോ? ഉണ്ട്. അടുത്ത ടൈപ്പ് ഇലക്ട്രോൺ എമിഷന്റെ പേര് ഫീൽഡ് എമിഷൻ എന്നാണ്. എന്താണ് അടുത്ത ടൈപ്പ് ഇലക്ട്രോൺ എമിഷന്റെ പേരെന്താ പറയും? ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയലിനെ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ച് കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു ഇലക്ട്രോഡ് എടുത്തു, ഇവിടെ രണ്ടാമതൊരു ഇലക്ട്രോഡ് എടുത്തു. ഈ രണ്ട് ഇലക്ട്രോഡിനെ കൂടി നമ്മൾ ആരായിട്ട് കണക്ട് ചെയ്തു? ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ഈ രണ്ട് ഇലക്ട്രോഡിന്റെ ഇടയിൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ്. ഈ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഭയങ്കര വലുതാണ് വിചാരിച്ചു. നമ്മൾ കൊടുത്ത ബാറ്ററി വളരെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാക്കുന്നത്. വെച്ചാൽ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ഭാഗം കാണില്ലേ? ഈ ഭാഗം ഇത് പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ആണോ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ആണോ? പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ആണോ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ആണോ? ഏത് ഇലക്ട്രോഡ്? നെഗറ്റീവ് ചാർജോ? അത് ശരി. ഈ ബാറ്ററി ഇത് ഇവിടെ ബാറ്ററിയുടെ പോസിറ്റീവ് അല്ലേ ഇവിടെ ഇതിന് ഈ ഇലക്ട്രോഡായിട്ട് കണക്ട് ചെയ്ത്? ബാറ്ററിയുടെ അല്ലേ ഈ ഇലക്ട്രോഡായിട്ട് കണക്ട് ചെയ്ത്? അപ്പൊ ഇത് ചാർജ് ഉള്ള ഇലക്ട്രോഡാ? പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ആണോ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് ആണോ? ഈ ഇലക്ട്രോഡിന് എന്ത് ചാർജാ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജും ഇതിന് നെഗറ്റീവ് ചാർജ് അല്ലേ ഉണ്ടാവുക? സംഭവം ശരിയല്ലേ? ആണോ? ഇലക്ട്രോൺ എവിടുന്നാ പുറത്തേക്ക് തെറിച്ചു പോകുന്നത്? നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് എന്നാണോ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ് എന്നാണോ? പറയും. ഇലക്ട്രോൺ ഇപ്പൊ എവിടുന്നാ തെറിച്ചു പോകുന്നത്? പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡ്. അപ്പൊ എന്താണ് ഈ ഫീൽഡ് എമിഷൻ? ഇതാണ് ഫീൽഡ് എമിഷൻ. എന്ത്? ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്. ചെറിയ ഇലക്ട്രിക് ഫീൽഡ് ആണോ വലിയ ഇലക്ട്രിക് ഫീൽഡ് ആണോ? വളരെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഒരു മെറ്റലിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോഡിലേക്ക് എന്ത് ചെയ്യും? ഇലക്ട്രോൺ തെറിച്ചു പോകും. ഈ പരിപാടിനാണ് എന്ത് വിളിക്കാം? പറയും. ഫീൽഡ് എമിഷൻ. By subjecting to a high electric field, electrons can be emitted out. അതായത് ഫീൽഡ് എമിഷനിൽ എന്താ നടക്കുന്നത്? ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ആണോ? ഒരു വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് മെറ്റലിൽ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഇലക്ട്രോൺ തെറിച്ചു പോകും. ആ എമിഷനാണ് എത്രാമത്തെ എമിഷൻ? സെക്കൻഡ് ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ. ഫസ്റ്റ് ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഏതാ? തെർമയോണിക് എമിഷൻ. സെക്കൻഡ് ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഏതാ വിളിക്കുന്ന പേര്? ഏതാണ്? ഫീൽഡ്. പറയും.
സാർ ഇലക്ട്രോഡ് ആ മെറ്റലാണ്. ഏതാ? ആ മെറ്റലാണോ ഇലക്ട്രോഡായിട്ട് വെക്കുന്നത്? ആ മെറ്റല്. അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാന്നാല് നമ്മളിപ്പം ഇതങ്ങനെ ഒരു സാധനം എടുക്കാം. ഒരു മെറ്റൽ എടുത്ത്, ഇതൊരു മെറ്റലാണ് വിചാരിച്ചോ, ഇത് വേറൊരു മെറ്റലാണ്. എന്നിട്ട് ഈ രണ്ട് മെറ്റലിനെയും കൂടി ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് സെയിം മെറ്റൽ തന്നെയല്ലേ? ആ ഒരേ ടൈപ്പ് മെറ്റൽ തന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നാൽ ഈ ബാറ്ററി വളരെ വലിയൊരു ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ട് കൊടുത്തു. അതായത് ബാറ്ററിന്റെ പൊളാരിറ്റി കൂട്ടി, വലിയൊരു പൊട്ടൻഷ്യലുള്ള ബാറ്ററി കൊടുത്തു. ബാറ്ററിയുടെ പൊളാരിറ്റി കൂട്ടുന്നതനുസരിച്ച് ഇവിടെ ഒരു പോസിറ്റീവ് പൊളാരിറ്റിയും വരും, ഇവിടെ ഒരു നെഗറ്റീവ് പൊളാരിറ്റിയും വരൂലേ? ഒരു പരിധിയിൽ കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നതിനാല് ഇവിടുന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു. ഇവിടുന്ന് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിന്ന് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിലേക്ക് ഇങ്ങനെ ഇലക്ട്രോൺ പുറത്തേക്ക് തെറിച്ചു. ഈ എമിഷനെയാണ് എന്ത് വിളിക്കാം? ഫീൽഡ് എമിഷൻ. അപ്പൊ ഫീൽഡ് എമിഷന്റെ കാര്യവും നമുക്ക് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ആണ് ഫീൽഡ് എമിഷൻ. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ആണ് നമ്മൾ സെക്കൻഡറി എമിഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് മൂന്നാമത്തെ ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ വിളിക്കുന്ന പേര്? തേർഡ് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ ഇസ് കോൾഡ് ആസ് പറയും സെക്കൻഡറി എമിഷൻ. എന്താണ് ഈ സെക്കൻഡറി എമിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡയഗ്രം നോക്ക്. ഇതൊരു മെറ്റൽ സർഫസ് ആണ്, കാണില്ലേ? മെറ്റൽ സർഫസിനെ കാണില്ലേ? കാണുന്നുണ്ടോ? അതിലേക്ക് ആര് വരുന്നുണ്ട്? ഒരു ഇലക്ട്രോൺ വരുന്നുണ്ട്. ഒരു ഇലക്ട്രോൺ മെറ്റൽ സർഫസിലേക്ക് വന്നിടിച്ച് ആ ഇലക്ട്രോൺ ഇടിക്കുന്ന സമയത്ത് ഒരു ഇലക്ട്രോൺ ആണോ പുറത്തിറങ്ങുന്നത്? ആ ഇടിച്ച ഇലക്ട്രോൺ മാത്രമാണോ പുറത്തിറങ്ങുന്നത്? നോക്കി നോക്ക്. ആണോ? അല്ല, രണ്ട് ഇലക്ട്രോൺ പുറത്തിറങ്ങുന്നുണ്ട്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന് ചില മെറ്റലിന്റെ മേലെ ഇടിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിന് വേറെ ഇലക്ട്രോണിനെ പുറത്തേക്ക് എത്തിക്കാൻ പറ്റും. When fast moving electrons strike the metal surface, it can knock out another electron. When fast moving electrons strike on the metal surface, it can knock out another electron. ഈ ഒരു എമിഷൻ ആണ് എന്ത് എമിഷൻ? ഫീൽഡ് എമിഷൻ ആണോ സെക്കൻഡറി എമിഷൻ ആണോ? ഈ ഒരു എമിഷൻ നമ്മൾ എന്ത് എമിഷൻ എന്ന് വിളിക്കാം? സെക്കൻഡറി എമിഷൻ. അപ്പൊ സെക്കൻഡറി എമിഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ഇലക്ട്രോൺസിന് വേറെ ഇലക്ട്രോൺസിനെ നോക്ക് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് നമ്മൾ സെക്കൻഡറി എമിഷൻ എന്ന് വിളിക്കാം. ക്ലിയർ ആണോ? ആണ്. ഇനി നാലാമത്തെ ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ആണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. എന്താണ് ഫോർത്ത് ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ നമ്മൾ വിളിക്കുന്ന പേര്? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. നമുക്ക് വിശദമായി പഠിക്കാനുള്ളത് ഈ ഒരു ഇലക്ട്രോൺ എമിഷനെയാണ്, ഫോട്ടോ ഇലക്ട്രിക് എമിഷനെയാണ് നമുക്ക് ഇവിടെ വിശദമായിട്ട് പഠിക്കാനുള്ളത്. അപ്പം അങ്ങനെയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താന്നുള്ളത് ഞാൻ പറയട്ടെ. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഡയഗ്രം കാണില്ലേ? ഇതാ അതിന്റെ താഴെയുള്ള ഡയഗ്രം അല്ലേ? ഒരു ബൾബ് അല്ലെ ഒരു ടോർച്ച് ഒരു മെറ്റലിലേക്ക് അടിച്ചപ്പം അതിൽ നിന്ന് ആര് ഇറങ്ങിപ്പോയി? ഇലക്ട്രോൺ ഇറങ്ങിപ്പോയി. ഒരു ടോർച്ച് മെറ്റലിലേക്ക് അടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആര് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ? ആണോ? അപ്പൊ ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ്, ഏതെങ്കിലും ലൈറ്റ് പോരാ, ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആരെ മേലെ വന്ന് വീഴുക? ഒരു മെറ്റൽ സർഫസിലൊക്കെ വന്ന് വീഴുകയാണെങ്കിൽ ആ മെറ്റൽ സർഫസിൽ നിന്ന് ആര് വരും? ഇലക്ട്രോൺ പുറത്തിറങ്ങും. അപ്പം വാട്ട് ഇസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ? വെൻ എ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഈസ് falling over a metal surface, then electrons are coming out of that metal surface. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പറയ്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് തെർമയോണിക് എമിഷൻ എന്താ, ഫീൽഡ് എമിഷൻ എന്താ, സെക്കൻഡറി എമിഷൻ എന്താ, ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്താന്നൊക്കെ മനസ്സിലായോ? എത്ര ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എത്ര ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഉണ്ട്? 2 ടൈപ്പാ? എത്ര ടൈപ്പ് ഇലക്ട്രോൺ എമിഷൻ ഉണ്ട്? 4. There are 4 types of electron emission. What are the 4 types of electron emission? Thermionic emission, field emission, secondary emission and photoelectric emission. അല്ലേ? ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തിറങ്ങുന്ന ഏത് എമിഷനില്ല? ഹൈ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രോൺ പുറത്തിറങ്ങുന്ന ഏത് എമിഷനില്ല? ഫീൽഡ് എമിഷൻ അല്ലേ? വർക്ക് ഫംഗ്ഷൻ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് ഏതാ? ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഏറ്റവും കുറവ് വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റൽ ഏതാ?
സീഷ്യം. Cesium. ആണ്. ഏറ്റവും കൂടുതൽ വർക്ക് ഫംഗ്ഷൻ ഉള്ള മെറ്റൽ ഏതാ? Platinum. പ്ലാറ്റിൻ ആണ്. ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാ? ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാണ്? 1 ഇലക്ട്രോൺ വോൾട്ട് 1.6 into 10⁻⁻19 ജൂൾ അല്ലേ? ആ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ എന്താ സംഭവിക്കുന്നത്? അപ്പൊ നമ്മൾ പറയാണ് ഫോട്ടോ ഇലക്ട്രിക് എമിഷനിൽ ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് വീഴുമ്പം ചില മെറ്റലിന്റെ മേലെ വന്ന് വീഴുമ്പം ഇലക്ട്രോൺ പുറത്തിറങ്ങിപ്പോ അല്ലേ? അപ്പം ഏത് ടൈപ്പ് ഇലക്ട്രോൺ എമിഷനിലാണ് ഒരു ഇലക്ട്രോൺ വേറെ ഇലക്ട്രോണെ പുറത്തെത്തിക്കാൻ പറ്റുക? ഏത് ടൈപ്പ് ഇലക്ട്രോൺ എമിഷനിലാണ് ഒരു ഇലക്ട്രോണ് വേറെ ഇലക്ട്രോണെ പുറത്തെത്തിക്കാൻ പറ്റുക? സെക്കൻഡറി. അത് സെക്കൻഡറി എമിഷനിലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇതിനെ വെച്ചിട്ട് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു പ്രോബ്ലം, ഇവിടെ ഒരു പ്രോബ്ലം കാണില്ലേ? ഈ ചോദ്യം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ഫോട്ടോൺ ഹൂസ് എനർജി ഈസ് 6.63 ഇലക്ട്രോൺ വോൾട്ട്? എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്ത്? ഫ്രീക്വൻസി ഓഫ് എ ഫോട്ടോൺ ആണ്. ഒരു ഫോട്ടോണിന്റെ ഫ്രീക്വൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞതെന്ന്? ആ ഫോട്ടോണിന്റെ എനർജി എത്രയാ? പറയും. 66.3 ഇലക്ട്രോൺ വോൾട്ട് അല്ലെ 66.3 ഇലക്ട്രോൺ വോൾട്ട് ആണെന്നുണ്ട്. അപ്പം ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാന്ന് നമുക്കറിയില്ലേ? ഒരു ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാന്ന് അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 66.3 ഇലക്ട്രോൺ വോൾട്ട് എത്ര ജൂളാ? അത് ഇവിടെ എഴുതി വെച്ച കണ്ടോ? 66.3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര ജൂളാ? പറയും. ജൂളാണ് 66.3 into 1.6 into 1.6 into 10⁻⁻19 ജൂൾ. ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? മനസ്സിലായോ? പിന്നെ മാക്സ് പ്ലാങ്കിന്റെ ഒരു റിലേഷൻ ഉണ്ട്. മാക്സ് പ്ലാങ്കിന്റെ ഫേമസ് ആയിട്ടുള്ള റിലേഷൻ ആണ് E = h/nu. എനർജി എന്ന് പറയുന്നത് h/nu ആണെന്ന് മാക്സ് പ്ലാങ്ക് പറഞ്ഞിട്ടുണ്ട്. മാക്സ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പഠിച്ചിട്ടില്ല, എങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ ആണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നാ, h എന്ന് പറയുന്ന ആരാ? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. h ആരാണ്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വില 6.63 into 10⁻⁻34 ആണ്. പണ്ട് കുറെ സ്ഥലങ്ങളിലൊക്കെ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇനി അറിയില്ലെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് ആണ്, ഫണ്ടമെന്റൽ കോൺസ്റ്റന്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് വില എത്രയാണ്? 6.63 into 10⁻⁻34 ആണ്. അപ്പൊ E = h/nu ആണ്. ന്യൂ സിഗൽ എന്താക്കാം? E = h/nu ആണ്. ന്യൂ = ആണെങ്കിൽ h-നെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. E/h എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇയുടെ വില നമ്മളിപ്പോ ജൂളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജൂളിൽ കണ്ടുപിടിച്ച വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എച്ചിന്റെ വില അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടായി യു വിൽ ഗെറ്റ് ആൻ ആൻസർ. ഈ ആൻസർ കണ്ടോ? അത്ര എന്ത് ഫ്രീക്വൻസി? ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്താ? ഹെർട്സ്. വെറുതെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ നമ്മളോട് ചോദിക്കുക, അപ്പൊ പിന്നെ ഇതേമാതിരി ഫ്രീക്വൻസി ഒക്കെ ചോദിക്കുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോൺ വോൾട്ടിനെ ഇലക്ട്രോൺ വോൾട്ട് ആയിട്ട് വെക്കണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയണം? നമ്മള് വെച്ചാൽ പോരാ. ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട സാഹചര്യത്തിലാണ് ഇലക്ട്രോൺ വോൾട്ടിനെ അതിന്റെ SI യൂണിറ്റിലേക്ക് മാറ്റണം അല്ലേ? ആണോ? ചില സാഹചര്യങ്ങളിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെ എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണ് തരുന്നത് വെച്ചാൽ ആദ്യം അതിനെ ജൂളിലേക്ക് മാറ്റി പിന്നെ നമ്മൾ അതിനെ യൂസ് ചെയ്യണം. മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഹേർട്സിലേക്ക്